ഈ മരണം മലയാലപ്പുഴയിലെ വീട്ടിൽ അറിഞ്ഞതിന് ശേഷം ബന്ധുക്കൾ വന്നതിന് ശേഷം മാത്രമേ ഇൻക്വസ്റ്റും പോസ്റ്റ്മോർട്ടം പോലുള്ള നടപടികൾ ചെയ്യാൻ പാടുള്ളൂ എന്ന് ബന്ധുക്കൾ ആവശ്യപ്പെട്ടു. എന്നാൽ ഇവർ എത്തുന്നതിന് മുമ്പ് ഇത് നടത്തി കഴിഞ്ഞു. അതിലൊക്കെ സംശയത്തിൻ്റെ പുകമുറയുണ്ട് എന്ന് സ്ഥാപിക്കാൻ ആണ് കുടുംബം ശ്രമിച്ചത്. അതിൽ കഴമ്പില്ലെന്ന് സർക്കാർ വാദിക്കുമ്പോഴും ചില യാഥാർത്ഥ്യങ്ങൾ ബാക്കി നിൽക്കുന്നു നമുക്ക് സംശയം. എസ് വിജയകുമാർ കൂടി നമുക്കൊപ്പം ചേരുന്നു. വിജയകുമാർ, കുടുംബം വളരെ ഗുരുതരമായിട്ടുള്ള ഒരു ആരോപണമാണ് ഇക്കാര്യത്തിൽ ഉന്നയിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇതിലൊരു CBI അന്വേഷണം വേണം എന്ന് അവർ ആഗ്രഹിക്കുന്നത്. SK, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കുടുംബം ചൂണ്ടിക്കാട്ടുന്ന കാര്യം ഈ പരിയാരത്ത് പോസ്റ്റ്മോർട്ടം പാടില്ല എന്ന് കളക്ടറോട് ഈ കുടുംബാംഗങ്ങൾ ആവശ്യപ്പെട്ടിരുന്നു. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം നടത്തണം എന്ന് കുടുംബം ആവശ്യപ്പെട്ടു. അക്കാര്യത്തിൽ അവർക്ക് സംശയമുള്ളത് കൊണ്ടും കാര്യങ്ങൾ അവർ ആഗ്രഹിക്കുന്ന തരത്തിൽ, അല്ലെങ്കിൽ അവർക്ക് അതിൻ്റെ സത്യസന്ധത ബോധ്യപ്പെടുന്ന തരത്തിലും ഇതിൻ്റെ തുടർ നടപടികൾ നടത്തണം എന്നതുകൊണ്ടാണ് പരിയാരത്ത് നിന്ന് കോഴിക്കോട്ടേക്ക് പോസ്റ്റ്മോർട്ടം മാറ്റണമെന്ന് അവർ ആവശ്യപ്പെട്ടതെന്നാണ് കുടുംബാംഗങ്ങൾ ഇപ്പോൾ പറഞ്ഞത്. പക്ഷേ അതിന് കളക്ടർ തയ്യാറായില്ല. പരിയാരത്ത് തന്നെ തിടുക്കത്തിൽ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി. അതിലടക്കം ദുരൂഹത സംശയിക്കുന്നുണ്ട് കുടുംബം. ഇപ്പോൾ ആ കുടുംബത്തിൻ്റെ പ്രതിനിധികൾ, ആ കുടുംബാംഗങ്ങൾ പലരും ചൂണ്ടിക്കാട്ടുന്നതും മാധ്യമങ്ങളോട് പറയുന്നതും അക്കാര്യം തന്നെയാണ്. ഇപ്പോൾ ഇൻക്വസ്റ്റ് നടപടികളുടെ കാര്യത്തിൽ ഈ കുടുംബാംഗങ്ങളുടെ സാന്നിധ്യം വേണ്ട, അടുത്ത ബന്ധുക്കളുടെ സാന്നിധ്യം വേണ്ട, സ്വതന്ത്ര സാക്ഷികൾ മാത്രം മതി എന്നത് ചട്ടപ്രകാരം മുഖവിലക്കെടുത്താൽ പോലും ഈ പോസ്റ്റ്മോർട്ടം നടപടിയുടെ കാര്യത്തിൽ കുടുംബം ഉന്നയിക്കുന്നത് വളരെ ഗൗരവമുള്ള വിഷയം തന്നെയാണ്. അക്കാര്യത്തിൽ മരിച്ച ആളിൻ്റെ കുടുംബാംഗങ്ങൾക്ക് ഒരു സേ ഉള്ളതാണ്, അവർക്കത് പറയാനുള്ള അവകാശമുള്ളതാണ്. അത് കേട്ടില്ല കളക്ടർ. ഇവിടെ കളക്ടർ ആരോപണ വിധേയനാണ്. അപ്പോൾ ആരോപണ വിധേയനായ കളക്ടർ അത് കേൾക്കാതെ തിടുക്കത്തിൽ പരിയാരത്ത് പോസ്റ്റ്മോർട്ടം നടത്തി എന്നത് വളരെ ഗൗരവമുള്ള പ്രശ്നം തന്നെയാണ്. കോഴിക്കോട്ടേക്ക് മാറ്റണം ആ പോസ്റ്റ്മോർട്ടം എന്നത് അവർ ആവശ്യപ്പെട്ടതാണ്. സ്വാഭാവികമായും ഇത്തരം ഒരു കാര്യത്തിൽ കുടുംബം പറയുന്നത് കേൾക്കാനോ പരിഗണിക്കാനോ അത് മുഖവിലേക്ക് എടുക്കാനോ ശ്രമിക്കേണ്ടതായിരുന്നു. പക്ഷേ അത്തരം നടപടികൾ ഉണ്ടായില്ല. എന്തുകൊണ്ടാണ് കുടുംബത്തിൻ്റെ ആവശ്യം നിരാകരിച്ചുകൊണ്ട് പരിയാരത്തു തന്നെ തിടുക്കത്തിൽ പോസ്റ്റ്മോർട്ടം നടത്തുന്ന ചോദ്യം പ്രസക്തമാണ്. ഇപ്പോൾ കോടതി മുൻപാകെ ഈ വിഷയം പരിഗണനയ്ക്ക് വന്നപ്പോൾ കോടതി ആദ്യം ചോദിച്ചത് മൃതദേഹത്തിൽ മർദ്ദനമേറ്റതിൻ്റെ പാടുകളോ മുറിവുകളോ ഉണ്ടോ എന്നുള്ളതാണ്. പക്ഷേ അത്തരം മുറിവുകളോ പാടുകളോ മൃതദേഹത്തിൽ കാണുന്നില്ല എന്നത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഫോറൻസിക് പരിശോധനയിൽ വ്യക്തമായിട്ടുണ്ട്. അത് സർക്കാർ കോടതിയെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ അപ്പോഴും ഇതിലെ അനാവശ്യമായ തിടുക്കം അത് ഒരു പ്രധാനപ്പെട്ട വിഷയമായി കുടുംബം ഇപ്പോഴും ഉയർത്തിക്കൊണ്ട് വരുന്നുണ്ട്. ഇന്ന് രാവിലെ മാധ്യമങ്ങളെ കണ്ട കുടുംബാംഗങ്ങളും അതുതന്നെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ അതിൽ എന്താണ് സർക്കാരിന് പറയാനുള്ളത്? എന്തുകൊണ്ടാണ് കുടുംബം ആവശ്യപ്പെട്ട ഈ പോസ്റ്റ്മോർട്ടം നടപടികൾ കോഴിക്കോടേക്ക് മാറ്റണം എന്ന ആവശ്യം നിരാകരിക്കപ്പെട്ടത് എന്നത് ഈ ഘട്ടത്തിലും വ്യക്തമല്ല. അതൊരു പക്ഷേ CBI അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജിയുടെ വിശദമായ വാദം കേൾക്കലിൻ്റെ സമയത്ത് കോടതിയിൽ ഉയർന്നു വരുമായിരിക്കും. നമുക്കറിയാം മറ്റു പല കേസുകളിലും ഇതിൽ ഈ ദുരൂഹമായ മരണങ്ങളിൽ കുടുംബം ചില സംശയങ്ങൾ ഉന്നയിച്ചാൽ അത്തരം കേസുകളിൽ CBI അന്വേഷിച്ചോട്ടെ എന്ന നിലപാട് സംസ്ഥാന സർക്കാർ എടുത്തിട്ടുള്ളതാണ്. നമ്മളുടെ മുന്നിൽ അത്തരം പല കേസുകളുമുണ്ട്. പക്ഷേ ഇവിടെ എന്തുകൊണ്ട് സർക്കാർ CBI അന്വേഷണം വേണ്ട എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു എന്നതുകൂടി ഈ ഘട്ടത്തിൽ ചർച്ചയ്ക്ക് വിധേയമാക്കേണ്ട വിഷയമാണ്. അപ്പോൾ ഇതിൽ കുടുംബം ചൂണ്ടിക്കാട്ടുന്ന പ്രധാനപ്പെട്ട പ്രശ്നം ഇതിലെ പ്രതിയുടെ രാഷ്ട്രീയ സ്വാധീനം, അധികാര കേന്ദ്രങ്ങളുമായുള്ള പ്രതിയുടെ അടുപ്പം, ഇതിൽ ആരോപണ വിധേയരായ മറ്റുള്ളവരുടെ സ്വാധീനം, കളക്ടറുടെ ഇടപെടൽ സംബന്ധിച്ച് ഉയരുന്ന ഗുരുതരമായ ചോദ്യങ്ങൾ, ഇത്തരം പ്രശ്നങ്ങൾ നിലനിൽക്കെ ഈ പ്രതിക്ക് രാഷ്ട്രീയ ഭരണ തലത്തിലുള്ള സ്വാധീനം അടക്കം ചൂണ്ടിക്കാട്ടി കുടുംബം കോടതിയിൽ ഉന്നയിക്കുന്ന ഈ വാദങ്ങൾ അത് കോടതി ഏത് നിലയിലായിരിക്കും കണക്കിലെടുക്കുക? കേവലം ഇത് കൊലപാതകമോ ആത്മഹത്യയോ എന്നതിനപ്പുറത്തേക്ക് ഇതിൽ സത്യസന്ധമായ ഒരു അന്വേഷണം നടക്കുന്നില്ല എന്ന കുടുംബത്തിൻ്റെ ബോധ്യം, അതിൽ കോടതി അതിനൊപ്പം നിൽക്കുമോ അതോ അതിൽ ഈ പറയുന്ന പോലീസ് അന്വേഷണം തൃപ്തികരമാണെന്ന സർക്കാരിൻ്റെ വിശദീകരണത്തിൻ്റെ അടിസ്ഥാനത്തിൽ തീരുമാനമെടുക്കുമോ എന്നത് വളരെ പ്രസക്തമായ ചോദ്യമാണ്. അതിൽ വാദം നടക്കാൻ പോകുന്നുള്ളൂ. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, കുടുംബത്തിന് ഇപ്പോഴും സംശയങ്ങളുണ്ട്. അവരത് തുടർച്ചയായി ഉന്നയിച്ചുകൊണ്ടിരിക്കുകയാണ്. പോസ്റ്റ്മോർട്ടം തിടുക്കത്തിൽ പരിയാരം മെഡിക്കൽ കോളേജിൽ നടത്തിയതടക്കമുള്ള കാര്യങ്ങളിൽ കുടുംബത്തിന് ഗൗരവമുള്ള ആക്ഷേപങ്ങളുണ്ട്. അവർ കോഴിക്കോട്ടേക്ക് പോസ്റ്റ്മോർട്ടം മാറ്റണം എന്നാവശ്യപ്പെട്ടു എന്ന വിവരം കൂടി ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. അത് നിരാകരിക്കപ്പെട്ടു എന്നത് ഗൗരവമുള്ള വിഷയമാണ്. അതും കോടതിയുടെ മുൻപാകെ വ്യാഴാഴ്ച വാദം നടക്കുന്ന ഘട്ടത്തിൽ കുടുംബം നിയോഗിച്ച അഭിഭാഷകൻ കൊണ്ടുവരും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. താങ്ക് യു വിജയകുമാർ.